ഹലോ എന്നാ പറയാ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം വെൽക്കം ബാക്ക് ടു ഷംലി സാം. എന്താണ് ഇവിടെ നടക്കാൻ പോണത്? ഇന്നിവിടെ നടക്കാൻ പോകുന്നത് മൈലാഞ്ചി കല്യാണമാണ്. സെയിം ഡേ വ്ളോഗാണ് കേട്ടോ, അതുകൊണ്ടാണ് സെയിം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിലെ കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ, 8 മാസം എങ്ങാനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഇനി അത് ഓൾട്ടർ ചെയ്യാൻ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഫെല്ലക്കുട്ടീൻ്റെ ഡ്രസ്സ് പഠിച്ച് കിട്ടിയിട്ടുള്ളൂ, നൈലിൻ്റെത് കിട്ടാനുണ്ട്, എൻ്റെതൊന്നും ഓൾട്ടർ ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എത്തിയിട്ട് വേണം ഡ്രസ്സ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മുടെ മൈലാഞ്ചി കല്യാണമാണ് കേട്ടോ നടക്കാനിരിക്കുന്നത്. സ്റ്റേജൊക്കെ കണ്ടില്ലേ, സെറ്റായിട്ടുണ്ട്. വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ 3 വീട്ടുകാർ, പിന്നെ അമ്മായികൾ, പിന്നെ അതുപോലെ തന്നെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കസിൻസും അമ്മായികളൊക്കെയാണ്. അല്ലാണ്ട് കൂടുതൽ പേരൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പേര് വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു മൈലാഞ്ചി ഫങ്ഷനും പിന്നെ അതുപോലെ തന്നെ അല്ലറ ചില്ലറ ഡാൻസ്, പാട്ട്, ഗെയിംസ് ഒക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്താവും അറിയില്ല. സാമുക്ക ഒന്ന് ഫ്രഷായിട്ട് വരാമെന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളിങ്ങോട്ട് പോകുന്നു. അപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നത് വേഗം തന്നെ. ആൾ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാത്തൊരു ടൈപ്പാണ്. അപ്പോൾ പിന്നെ ആരുടെ കല്യാണം? നീനുവിൻ്റെ പുയ്യാപ്പിള ആരാ? റിയാസ. അപ്പം ഉമ്മച്ചിൻ്റെ പുതിയാപ്പിള ആരാ? അത് സമ്മതിച്ചില്ല. അപ്പം ഫെല്ലേൻ്റെ പുതിയാപ്പിള ആരാ? വാപ്പച്ചി. ഞാൻ പോകാം, ഞാനാണെന്ന് തീരെ കുട്ടി പറയുന്നത്. വാപ്പച്ചിൻ്റെ പുതിയ ഉമ്മച്ചിയാണ്. അങ്ങനെ 2 ആളാവണ്ട, ഒരാളായാൽ മതി. ഞാനാണ് വാപ്പച്ചിൻ്റെ പുതിയ എണ്ണ. ഫെല്ലൊന്നും ഇല്ല. ഫെല്ലെങ്ങനെ വാപ്പച്ചിൻ്റെ പുതിയ എണ്ണ ആകുക? ഫെല്ല വാപ്പച്ചിൻ്റെ കുട്ടിയല്ലേ? ഫെല്ലൻ്റെ പോറ്റുമ്മ വന്നിട്ടുണ്ട്, ജജാമ. ഫെല്ലക്ക് ആരാ ഇഷ്ടം? ജജാമാനാണല്ലോ, ജാവാനെ. ഞാൻ റിജാമ്മക്ക് വേണ്ടി ദത്തെടുക്കാൻ വേണ്ടി അത് കൊടുക്കാം. നിങ്ങൾ എടുത്തോളി, വളർത്തിയിട്ട് ഇങ്ങോട്ട് തന്നാൽ മതി. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജൊക്കെ നല്ലപോലെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒന്നുകൂടെ ഇവിടെയൊക്കെ ഒന്ന് ലെവലാക്കാനും സെറ്റാക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബോർഡ് വരാനുണ്ട് കേട്ടോ, നീനുവിൻ്റെ മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞിട്ട്. ആ ബോർഡ് വെച്ചിട്ടില്ല, ബോർഡ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതും വരാനുണ്ട്. പിന്നെ ഈ ടീപ്പോയൊക്കെ ഇവിടുന്ന് മാറ്റണം, ഒന്ന് വൃത്തിയാക്കണം. അവിടെ ഇരുന്നോളി, ഞാൻ കൊടുത്തോളാം. നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് പണി ഉണ്ടാവില്ലേ. കുട്ടി ഉറങ്ങാത്തോണ്ടായിരുന്നു. ഉമ്മച്ചി തരട്ടെ? ഉമ്മച്ചി തരാം. എന്താ ഉമ്മച്ചി തരാം? ആ സോഫയിലൊന്ന് ചവിട്ടി കയറേണ്ടതാ, ഒരുതാണ്. ആ കാക്ക ചീത്ത പറയും. നല്ലപോലെ കാല് താഴ്ത്തിട്ടിരിക്കട്ടാ. ഗുഡ് ഗേളായിട്ട് വാപ്പച്ചി ഇപ്പോൾ വരുമല്ലോ. എന്ത് വാപ്പച്ചിനെ കൊണ്ടുവരാഞ്ഞേ? എല്ലാം വാപ്പച്ചിനെ കൊണ്ടുവരാഞ്ഞേ? അപ്പോൾ ഇതുവരെ നിങ്ങൾ മണവാട്ടീനെ കണ്ടിട്ടില്ലല്ലോ. മണവാട്ടീനെ കാണിച്ചു തരാം. ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, മൈലാഞ്ചിടലാണ്. ഇവിടെ എലീമ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് മെഹന്തി ആർട്ടിസ്റ്റ്, എൻ്റെ കസിൻ ജിബി. നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കൈ സെറ്റായി, ഞാൻ കാണിച്ചു തരാം. റിയാസ് വിളിക്കണ്ടോന്ന് എടുക്കുക. ഈ സൈഡിലേക്ക് ഹലോ, ഇപ്പൊ വരാ. പുറത്ത് മാത്രം, ഉള്ളിലിടണില്ലേ? ഉള്ളിലിടില്ല. ഇത് കഴിഞ്ഞിട്ട്, പരിപാടി കഴിഞ്ഞിട്ടില്ലേ? അതാ, ഇതാണ് നമ്മുടെ സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ ചെയ്യുന്ന ടീമിന് പേരുണ്ടോ? പേരറിയടോ? ഹൈറോസ്. ഹണി റോസ് അല്ലല്ലോ, ഹൈറോസ് ആണ് കേട്ടോ, ഹണി റോസ് അല്ല. ഇവർ തന്നെയാണ് നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ സ്റ്റേജ് സെറ്റാക്കി തന്നത്. ഇനി ഇവിടെ ക്ഷീണുണ്ടെന്ന് പറയരുത്, മൊത്തം തിന്നാൻ. ആ ചിരി മുഖത്തൊന്നും മായാൻ പാടില്ല കേട്ടാ. ചിരിച്ചുകൊണ്ടാണ് പുതിയ നിൽക്കുക. പല്ല കാണിച്ചു റിയാസ വിളിക്കണേ.
വീഡിയോ അല്ല ഓഡിയോ കോള്. കാരണം എന്താണെന്ന് വെച്ചാലേ ഇനി അങ്ങോട്ട് 5-6 ദിവസത്തിന് പരിപാടി തന്നെയാണ്. അപ്പോൾ ഫുൾ എനർജി ആയിട്ട് മണവാട്ടി ഇരിക്കണം. ഈ മണവാട്ടി തന്നെ ഒന്ന് ക്ഷീണിച്ചു പെട്ടെന്നില്ല ഒരു ദിവസം. ഇല്ല കുട്ടീൻ്റെ പുതിയ ഡ്രസ്സ് കാണിച്ചു കൊടുത്താ. വാ ഇറങ്ങ്. ഇതാട്ടോ ഫുല്ലിൻ്റെ പുതിയ ഡ്രസ്സ്. മൈലാഞ്ചി കല്യാണത്തിൻ്റെ ഡ്രസ്സ്. വാ ഇതാണ് ഫെല്ലക്കുട്ടീൻ്റെ ബ്ലൗസ്. ഇത് ബ്ലൗസ്. അതിൽ ഇവിടെ കിടക്കാം. വാ അത് വേണ്ടാന്ന് മര്യാദക്ക് ഇവിടെ വന്നിട്ടോണ്ടി. അത് ഇവിടെ വാ, ഇവിടെ വാ. നൈലക്കും ഉണ്ട് കാണിച്ചു തരട്ടെ. നൈലിൻ്റെ 0%. ഇത് ഓണല്ലേ? ആണോ? അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ബാക്കിയുള്ള ബ്രൈഡ് മെയ്ഡ്സ് ഒക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് സെറ്റ് ആവാനുണ്ട് കേട്ടോ. ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റ് അടുത്ത മണവാട്ടി ഷിനു ദസിയക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിഞ്ചു അതാ തനുവിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് വേറൊരാളുടെ സഹായം ആവശ്യമില്ല അല്ലേ ചിഞ്ചോ? എന്താ പ്രൊഫഷണലിസം. നീ ചിഞ്ചുവിന് പാവാണ്. ഇവരിങ്ങനെ മേക്കപ്പ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടല്ലേടി. എല്ലായിടത്തും കഴിഞ്ഞ് ലാസ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതുകൊണ്ട് ഞങ്ങളൊക്കെ ആദ്യം തന്നെ കഴിഞ്ഞു. അപ്പം ഞാൻ റെഡിയായി. എൻ്റെ കുട്ടികളിൽ ഒരാൾ റെഡി ആയിട്ടുള്ളൂ. നീ രണ്ടാളെയും ഡ്രസ്സ് ചെയ്ത് കൊടുത്തിക്കണം. അതിൽ ഫെല്ലക്കുട്ടി ഉറങ്ങിയിട്ടാ. നൈല ഇതവിടെ ഉണ്ട്, നല്ല കളിയിലാണ്. നൈല നാളെ ഓറഞ്ച് കുപ്പായ കെട്ടിട്ട് ഓറഞ്ച് കുപ്പായ കെട്ടിക്കണല്ലോ. പോകും നമുക്ക്. വാ ഇനി വാപ്പച്ചി വരാനുണ്ട്. വാപ്പച്ചി ഇതുവരെ വന്നിട്ടില്ല. ഇനി വന്നിക്കണം. അവിടെ പോയി നോക്കട്ടെ കേട്ടോ. അയ്യളപ്പൻ്റെ വീട്ടിലുള്ളത്. വായോ വാ 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 അവളോട് വാ വാ പോകും നമുക്ക്. വാപ്പച്ചി ഇപ്പൊ വരൂ. ഇതെന്താണിത്? തുറക്കുന്നത് ഇപ്പൊ തുടങ്ങും കരച്ചില്. കറണ്ട് പോയാ? കറണ്ട് പോകുന്നുണ്ടായിരുന്നു, മെസ്സേജ് വന്നിരുന്നു. നൈലിന്റെ ബാക്കിൽ കണ്ടില്ലേ? ഒറ്റക്ക് ഇരുന്നില്ലേ? ഒറ്റക്ക് ഇരുന്നിട്ടാ. ആഹാ ആഹാ ധാരപ്പത് ഷിൽക്കിഷ്മിതേ ധാരപ്പത് ധാരപ്പത്. പൂവ പൊന്നെ പൂവ പൊന്നോ പൊന്നുമ ഇപ്പട്ടി അവളെ. അയ്യോ അയ്യോ ലിപ്സ്റ്റിക്ക് അതാ പോയി. വികൃതി പെണ്ണ ചാടൂലല്ല. ഓനവിടെ ഇസ്തി കൊടുത്താളെന്ന് എന്നാ നല്ല പോലെ വണങ്ങിയിരുന്നോളൂ. കണ്ണു നോക്കുന്നതാ. നൈല കയ്യൊട്ട് ലായില ഇല്ലല്ല ലാ ഫുള്ള് കിട്ടണ്ടല്ലോ. കാണിക്ക ഡ്രസ്സ് കാണിക്കേ. ഫുൾ കളർഫുള്ളാണ് കേട്ടാ. ഇതാ പുതിയണ്ണീൻ്റെ ഉമ്മ ഇങ്ങനെ വരി വരിയായിട്ട് നിന്ന് പറയണട്ടാ. ഞാൻ പുതിയണ്ണീൻ്റെ എളിയമ്മ വരി. ആ ഇതാ ഞാൻ പുതിയണ്ണീൻ്റെ ഉമ്മ. അനിയത്തിയാ? ഇത്ര മൂത്ത് പഴുത്തതാ. മൂപ്പ് കുറച്ച് കൂടി പോയ എന്താലേ. മഞ്ഞ ഇത് കൂടി ആയിട്ട് നിൽക്കണം. ഫുൾ കളർഫുള്ളാണ് ഇവിടെ. പുതിയ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്യലാണ്. സിയും തനും കൂടി.
അത് കുറച്ച് ഓവറല്ലേ, അപ്പൊ അതിന്റെ ഭംഗി അറിയണില്ല. അത് വേറെ നമുക്ക് അതിന് വേണ്ടി ചെയ്യണോ? ചെയ്യാ എല്ലാ ക്ലിപ്പ് വേണോ? ഇങ്ങോട്ട് സൈഡ് കിട്ടി കൊടുക്കടി. മണവാട്ടിനെ ഇറക്കി കൊണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുപാട് ഡാൻസൊക്കെ ചെയ്തു കേട്ടോ. ആരും പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല, കുറേ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. പക്ഷേ ടൈമിങ്ങിന് ആരെയും കിട്ടൂല. അപ്പോൾ തോന്നിയ പോലെ ഓരോന്ന് കളിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ കാണിക്കാൻ പറ്റും, പക്ഷേ പാട്ടിടാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് കേട്ടോ. ഇറങ്ങി മൈലാഞ്ചി ഇവള് നിന്നെ മനഃപൂർവ്വം അത് പിന്നീട് രസം ഉണ്ടാവും. മറ്റേതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ സാബക്ക് എത്തിയ ശേഷം ആളുടെ മെയിൻ പരിപാടി ഓരോരുത്തരെ കളിയാക്കുക എന്നുള്ളതാണ്. ഡ്രസ്സായാലും ഓരോന്നിനും. പക്ഷേ അതെല്ലാവരും രസകരമായിട്ട് എടുക്കാറുള്ളൂ കേട്ടോ. നമ്മളെ വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുക, കളിയാക്കുക, അങ്ങനെയൊക്കെ തന്നെ. 2 മരുമക്കളും കണക്കാണ്. സാബക്കായാലും പിന്നെ എൻ്റെ താത്താൻ്റെ ഹസ്ബൻഡ് ജിയാസ്ക്കായാലൊക്കെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെപ്പും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു രസകരമായിട്ടുള്ള നമ്മൾ വീട്ടിലെല്ലാവരും ഏകദേശം ഒരേ വൈബാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള പാരവെപ്പും കളിയാക്കലുകളൊക്കെ കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ പറ്റിയ ഒരാൾ തന്നെയാണ് നമ്മളെ ഇനി വരുന്ന മണവാളിനും. നമ്മുടെ ടീനുവിൻ്റെ ഹസ്ബൻഡ് എന്ന് പറയാനായിട്ടില്ല, വുഡ് ബി റിയാസും ഏകദേശത്തേക്ക് പോലെ തന്നെയാണ് കേട്ടോ. നമുക്കൊക്കെ പറ്റുന്നൊരു വൈബ് പാസ് ചെയ്യുന്നൊരു ടൈപ്പാണ്. അതുപോലെ തന്നെ ചിഞ്ചുവിൻ്റെ ഹസ്ബൻഡ് ജനു. ഇനി ഒരാൾ കൂടെ വരാനുണ്ട്, അത് ഉടനെ തന്നെ ഉണ്ടാവും. അത് ഞാനിപ്പോൾ പറയുന്നില്ല, സസ്പെൻസാണ്. ഇൻഷാ അല്ലാ ഉടനെ തന്നെ ആ ഒരു ന്യൂസ് നിങ്ങളെ അറിയിക്കാം കേട്ടോ. വീഡിയോ പോസ് പറഞ്ഞു ജിയാസ്കാക്ക്. വീഡിയോ ആണ്. അനുസരിച്ച് പാടില്ല. ഗ്യാപ്പ് ഗ്യാപ്പ് എവിടെയാണ് ക്യാമറ? അയ്യോ ശരിയാക്കിയത് ഷോളാ
പാടിയ രസമുള്ള പാട്ടുണ്ടാവും എല്ലാവരും മാസ്റ്റർ പീസ് ഉണ്ടാവും. നാളെ അപ്പുറത്തെ ആളെ പാട്ടാടോ അയ്യേ അയ്യേ ഒരു കലാകാരിയാണ്. ഈ പാട്ട് കേട്ടുകഴിഞ്ഞാലേ അപ്പുറത്തെ കടയിലുള്ള പയ്യനെ ഇറങ്ങി വരും. അത് അംസാക്ക് പാട്ടേറ്റാണ് വരുന്നത്. നോക്ക് ആണ് 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 വിളിച്ചോണ്ട് വിളിച്ചോണ്ട് നീ പാടും ഞാൻ പാടുകേടും. പാട്ട് പാടി അംസാക്ക് ഇവിടെ വീട്ടിക്ക് വന്നല്ലോ പെണ്ണെ എടി ലൈലേ ലൈലേ ഷിനു അടുത്തതായിട്ട് ഷിനു ആൻഡ് ചിഞ്ചു. അടുത്തതായി ഷിനു ചിഞ്ചു കുറേ നേരമായി പാടാ 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 നല്ലതുവരെ പാടിയിട്ടില്ല. വേഗം പാടും. സൗണ്ടില്ല സൗണ്ടില്ല. ഈ എന്താണ് ഇവിടെ നോക്കുകൂലിയാ? പ്രോത്സാഹന സമ്മാനമൊന്നുമില്ല കേട്ടാ. സ്കഫോൾഡിങ് പാട് പാട് ഇപ്പോഴും സൗണ്ടില്ല. വായിൻ്റെ അടുത്ത് വെക്കണം. രണ്ടാളും ചുണ്ടെടുത്ത് കേൾക്കേ. റെഡി സ്റ്റാർട്ട്. സൗണ്ട് ഇല്ലാത്ത പാപ്പച്ചി
ചിഞ്ചു ആകില്ല പാടി ഷോഫ് ചെയ്ത പല വെളിച്ചം മുഖം നല്ല വെളിച്ചം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ബൈലാജി കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. കുറേ വീഡിയോ ഒന്നും കവർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ കല്യാണത്തിന് വീഡിയോ ചെയ്യണോ വേണ്ടേ, ചെയ്ത് കഴിഞ്ഞാൽ കാണുമോ അതൊക്കെ. പക്ഷേ കഴിഞ്ഞ വീഡിയോയുടെ റെസ്പോൺസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ, എന്ത് പറ്റി ഷംലി കല്യാണത്തിൻ്റെ വ്ളോഗൊക്കെ ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ കുറച്ച് വീഡിയോസ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേര് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. പിന്നെ കുറേ പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഗെയിംസ്, ഡാൻസ്, പാട്ടുകൾ, പിന്നെന്താണ് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല. ഏകദേശം 10 മാസത്തോളമായി പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ വിചാരിച്ച പോലെ റീൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എത്രയോ റീൽസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒരു റീല് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഫുഡ് അടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സാബുക്കൊക്കെ നേരത്തെ കാലത്ത് തന്നെ കയറി ഇരുന്നിട്ടുണ്ട്. മരുമകനാണ് പോലും, മരുമകൻ മറ്റു മരുമകനുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഫുഡ് അടിയിലൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും വിശേഷങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അടുത്തത് തലേന്ന കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. എനിക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുന്നില്ല. ഒന്നാമത് എനിക്ക് സൗണ്ട് ഇങ്ങനെ റെഡിയായി വരുന്നുള്ളൂ. പിന്നെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാത്തിനും ഇടയിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞറിയിക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ വരാം. അതുവരെയും അസ്സലാമു അലൈക്കും, ബൈ.